ഓരോ മാസവും ഞാൻ നിന്നെ നയിക്കും. യേശു സംസാരിക്കുന്നു. പ്രിയമുള്ള മകനെ, പ്രിയമുള്ള മകളെ, നീ കാൽ വയ്ക്കുന്ന ഓരോ ദിവസവും, അറിയാതെ നീ ചിന്തിക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിന്റെ മുൻപിൽ നടക്കുകയാണ്. കാലം നിന്റെ നിയന്ത്രണത്തിലല്ലെങ്കിലും കാലത്തിന്റെ കർത്താവ് ഞാൻ തന്നെയാണ്. നിന്റെ വർഷങ്ങൾ അപകടമല്ല, അവ എന്റെ കരങ്ങളിലാണ്. ഞാൻ നിന്റെ മുൻപിൽ നടക്കും, വളഞ്ഞവ നേരെയാക്കും. യെശയ്യാവ് 45:2. ഇപ്പോൾ മകനെ, നീ ഭയത്തോടെ നോക്കുന്ന ഈ വർഷത്തിലൂടെ ഞാൻ നിന്നെ കൈപിടിച്ച് നയിക്കാം. ഓരോ മാസവും ഓരോ കാലഘട്ടവും. ജനുവരി ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മാസം. വർഷം തുടങ്ങുമ്പോൾ നിനക്കുള്ള ആദ്യ വാഗ്ദാനമിതാണ്: ഞാൻ നിന്നോടു കൂടെയുണ്ടാകും. യോശുവ 1:9. ജനുവരിയിൽ നീ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പഴയ പരാജയങ്ങൾ നിന്നെ പിന്തുടർന്നാൽ, ഓർക്കുക, ഞാൻ മുന്നിലാണ്. നീ ഒറ്റയ്ക്കല്ല. നിന്റെ ആദ്യ ദിനം മുതൽ അവസാന ദിനം വരെ എന്റെ സാന്നിധ്യം നിന്നെ ചുറ്റിയിരിക്കുന്നു. ഫെബ്രുവരി സംരക്ഷണത്തിന്റെ മാസം. നീ ഉറങ്ങുമ്പോഴും നീ അറിയാതെ നടക്കുമ്പോഴും ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. ഇസ്രയേലിനെ കാത്തിരിക്കുന്നവൻ ഉറങ്ങുകയില്ല. സങ്കീർത്തനം 121:4. ഈ മാസം നീ അപകടങ്ങളിൽ നിന്ന് അദൃശ്യമായി രക്ഷപ്പെടും. നിനക്കറിയാത്ത പല ദുരന്തങ്ങളും എന്റെ കൈ തടഞ്ഞുവെക്കും. നീ സുരക്ഷിതനാണ് എന്റെ ചിറകിന്റെ കീഴിൽ. മാർച്ച് ദിശ ലഭിക്കുന്ന മാസം. നീ ആശയക്കുഴപ്പത്തിൽ നിൽക്കുമ്പോൾ, നീ ഏതു വഴി പോകണമെന്നറിയാതെ നോക്കി നിൽക്കുമ്പോൾ, ഞാൻ പറയുന്നു, നീ പോകേണ്ട വഴിയിൽ ഞാൻ നിന്നെ ഉപദേശിക്കും. സങ്കീർത്തനം 32:8. മാർച്ചിൽ നിന്റെ ആശയക്കുഴപ്പങ്ങൾ വ്യക്തതയായി മാറും. വാതിലുകൾ തുറക്കും. മനസ്സ് സമാധാനം കണ്ടെത്തും. ഏപ്രിൽ ദൈവീക പരിചരണത്തിന്റെ മാസം. നീ എങ്ങനെ നടക്കും എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്നു, നിന്റെ എല്ലാ ആവശ്യങ്ങളും എന്റെ മഹത്വത്തിന്റെ ധനപ്രകാരം ഞാൻ നിറവേറ്റും. ഫിലിപ്പ്യർ 4:19. ഭക്ഷണം, ജോലി, ആരോഗ്യം, ഭാവി ഒന്നും നിന്നെ വിട്ടുപോകില്ല. ഏപ്രിലിൽ നീ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ എന്റെ പരിചരണമൊഴുകും. മെയ് സൗഖ്യത്തിന്റെ മാസം. നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും നിന്റെ ഓർമ്മകളിലും വേദനയുണ്ടെങ്കിൽ, ഞാൻ പറയുന്നു, എന്റെ മുറിവുകളാൽ നിനക്ക് സൗഖ്യം ലഭിച്ചു. യെശയ്യാവ് 53:5. മെയ് മാസം നീ ശാന്തമായി അനുഭവിക്കും. സൗഖ്യം അകത്തുനിന്ന് പുറത്തേക്കു വരുന്നത്. ജൂൺ ഭയത്തിൽ നിന്ന് വിടുതൽ. ഭയം നിന്റെ ഹൃദയം പിടിച്ചാൽ, ഞാൻ നിന്നോട് പറയുന്നു, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യെശയ്യാവ് 41:10. ജൂണിൽ നിന്റെ ഭയങ്ങൾ നിന്റെ വിശ്വാസത്തിനു മുന്നിൽ തകർന്നു വീഴും. ജൂലൈ ശക്തിയുടെ മാസം. നീ ക്ഷീണിക്കുമ്പോൾ, നീ തളരുമ്പോൾ, ഞാൻ പറയുന്നു, നിന്റെ ദൗർബല്യത്തിൽ എന്റെ ശക്തി പൂർണ്ണമാകുന്നു. 2 കൊരിന്ത്യർ 12:9. നീ കരുതുന്നതിലധികം ശക്തൻ നീയാകും, കാരണം ഞാൻ നിന്നോടൊപ്പമുണ്ടാകും. ഓഗസ്റ്റ് ദൈവീക വിജയത്തിന്റെ മാസം. നിന്റെ പോരാട്ടങ്ങൾ നീ കാണുന്നുവെങ്കിലും, നിന്റെ വിജയം ഞാൻ ഒരുക്കിയിരിക്കുന്നു. നിനക്കെതിരെ ആയുധം ഒന്നും വിജയിക്കുകയില്ല. യെശയ്യാവ് 54:17. ഓഗസ്റ്റിൽ നീ ജയത്തിന്റെ രുചി അറിയും. സെപ്റ്റംബർ സമാധാനത്തിന്റെ മാസം. നിന്റെ മനസ്സ് അശാന്തമാകുമ്പോൾ, ഞാൻ പറയുന്നു, എന്റെ സമാധാനം നിനക്ക് തരുന്നു. യോഹന്നാൻ 14:27. ഈ മാസം നീ ആന്തരിക സമാധാനം കണ്ടെത്തും. ഒക്ടോബർ പ്രതീക്ഷ പുതുക്കുന്ന മാസം. നീ വിചാരിച്ചാൽ ഇനിയെന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറയുന്നു, നിനക്കായി ഞാൻ നല്ല ആലോചനകളുണ്ട്. ഇരമ്യ 29:11. നവംബർ നന്ദിയുടെ മാസം. നീ തിരിഞ്ഞു നോക്കുമ്പോൾ, നീ പറയും, ദൈവം എന്നെ കാത്തു. എല്ലാത്തിലും നന്ദി പറയുക. 1 തെസലോനിക്കർ 5:18. ഡിസംബർ എന്റെ സാന്നിധ്യത്തിന്റെ ഉറപ്പ്. വർഷം അവസാനിക്കുമ്പോൾ, ഞാൻ പറയുന്നു, ഇതാ, ഞാൻ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടാകും. മത്തായി 28:20. നീ കടന്നുപോയ ഓരോ മാസവും എന്റെ കൈപ്പിടിയിലായിരുന്നു.
അവസാനമായി പ്രിയമകനെ പ്രിയമകളെ നിന്റെ വർഷം